What if you could build your own solo leveling system? നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ് ആകാൻ ഒരു സിസ്റ്റം which reminds you to get stronger physically, mentally sharper, and build that confidence like Sung Jin Woo in solo leveling. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും. There are 8 billion people in this world, and you are the only person who has the ability to level up. എന്നുണ്ടായിരിക്കും. And today we were creating exactly that. The thing we have to do is ഞാൻ കീപ് നോട്ട് ആണ് ഉപയോഗിക്കുന്നത്. കീപ് നോട്ട് പോലെ ഒരു ആപ്പ് എടുക്കുക, അല്ലെങ്കിൽ കീപ് നോട്ട് തന്നെ എടുക്കുക. കീപ് നോട്ട് എടുത്തതിന് ശേഷം ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുക. നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സോളോ ലെവലിംഗ് എന്ന് പേര് കൊടുക്കുക. തൽക്കാലത്തേക്ക് സോളോ ലെവലിംഗ് പേര് കൊടുക്കുക. ടു റെക്കഗ്നൈസ് ആൻഡ് സോളോ ലെവലിംഗ് പേര് കൊടുത്തതിന് ശേഷം ഈ സൈഡിൽ കാണുന്ന പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസിലെ ലെവലും റാങ്കും ടൈറ്റിലും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്ട്രെങ്ത്, ഇന്റലിജൻസ്, അജിലിറ്റി, സ്റ്റാമിന, വിൽ പവർ ആൻഡ് ഡിസിപ്ലിൻ. അപ്പൊ നമ്മുടെ ആദ്യത്തേതാണ് സ്ട്രെങ്ത്. സ്ട്രെങ്തില് ഫോർ മീ എനിക്കിവിടെ ജിം ഒന്നുമില്ല. സ്ട്രെങ്തില് ഹിറ്റിംഗ് ദ ജിം അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ലാത്തവർ ഉടനെ തന്നെ തുടങ്ങുന്നതാണ്. കാരണം അവർ ബോഡി ഈസ് കണക്റ്റഡ് വിത്ത് അവർ മൈൻഡ്. സോ നമ്മുടെ ബോഡി എന്തോരം ഹെൽത്തി ആയിരിക്കുന്നു അതുപോലെ നമ്മുടെ ഹെൽത്തി ആയിരിക്കും നമ്മുടെ മൈൻഡും. സോ ഹിറ്റിംഗ് ദ ജിം ഈസ് റിയലി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ആൻഡ് ഫോർ മീ എനിക്കിവിടെ ജിം ഇല്ല. സോ ഐ ഡു ഹോം വർക്ക്ഔട്ട്. മൈ ഡെയിലി ക്വിസ് ലുക്ക് ലൈക്ക് ദിസ്: 20 push-ups, 20 pull-ups, 20 sit-ups and 20 squats. ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ഒരു ഫുൾ വർക്കൗട്ട് ആണ് നമ്മുടെ ഡെയിലി ക്വിസ് ആയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്നത്. ആസ് ഫോർ ഇന്റലിജൻസ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വേണം ഡീപ് സ്റ്റഡി സെക്ഷനും അതുപോലെ തന്നെ റീഡിങ്ങും ആണ്. റീഡിംഗ് എന്ന് പറയുമ്പം ബിഫോർ കിടക്കുന്നതിനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ ഒക്കെ റീഡ് ചെയ്യാം. ഞാൻ 10 minutes ആണ് റീഡിങ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ഡീപ് സ്റ്റഡി സെക്ഷൻ 50-10 റൂളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 50 minutes ഓഫ് സ്റ്റഡി സെക്ഷൻ, ഡീപ് ഫോക്കസ്ഡ് സ്റ്റഡി സെക്ഷൻ. അത് കഴിഞ്ഞ് ഫോളോയിങ് അപ്പ് വിത്ത് 10 minutes ബ്രേക്ക്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഈ 10 minutes ബ്രേക്കിൽ ഡോണ്ട് ടേക്ക് യുവർ ഫോൺ എടുക്കാനേ പാടില്ല. ജസ്റ്റ് വാക്ക് അറൗണ്ട്, ഗെറ്റ് സം ബ്രെത്ത്, ഗെറ്റ് സം ഓക്സിജൻ, ആൻഡ് 10 minutes കഴിഞ്ഞ് പിന്നെയും വന്ന് the next deep study section starts from there. ഇനി ഡീപ് സ്റ്റഡി സെക്ഷന്റെ സമയത്ത് എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ലെങ്കിൽ പറഞ്ഞുതരാം. സ്കിൽ കോഴ്സസ് ഫ്രീ ആയിട്ട് കുറെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കണ്ടിട്ടുണ്ടാവും. സ്കിൽ കോഴ്സസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറെ വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഒക്കെ പോയി വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്കിൽസ് ഏതാണോ വേണ്ടത് ആ സ്കിൽ സെറ്റ് പഠിച്ചെടുക്കാം. ആൻഡ് പിന്നെയുള്ളത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പർ. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു നല്ലൊരു ഹാബിറ്റാണ്. കാരണം ഈ ഒരു എക്സാം വരുമ്പോൾ നമുക്ക് എന്താണ് അതേ സെയിം ക്വസ്റ്റ്യൻ വരുമോ ഇല്ലയോ എന്നല്ല, അതുമായി ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ തന്നെ പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു ക്ലൂ കിട്ടും, ഇതെങ്ങനെയാണ്, ഒരു ധാരണ കിട്ടും ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത് നമുക്കൊരു ക്ലൂ കിട്ടും. അടുത്തതാണ് എജിലിറ്റി. എജിലിറ്റി അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എജിലിറ്റി ഈസ് ദ എബിലിറ്റി ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി. എജിലിറ്റി ഈസ് സംതിങ് യു ക്യാൻറ്റ് അവോയ്ഡ്. ഫിസിക്കലി ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് റീഫ്ലെക്സ്. കാരണം മോസ്റ്റ് ഓഫ് ദ ആത്ലീറ്റ്സിനെ കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം ഫുട്ബോൾ ആത്ലീറ്റ് ആയിക്കോട്ടെ, ബാസ്കറ്റ്ബോൾ ആയിക്കോട്ടെ, വോളിബോൾ ആയിക്കോട്ടെ, എന്നതാണെങ്കിലും ആ ഒരു എക്സ്പ്ലോസീവ്, ആ ഒരു ചാടുന്നതും ആ ഒരു ക്വിക്കായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മൂവ് ചെയ്യുന്നതും ഒക്കെ എജിലിറ്റി എന്ന് പറയുന്ന ഒരു സ്കിൽ ഉള്ളതുകൊണ്ടാണ്. സോ ഇറ്റ് ഈസ് സംതിങ് യു ക്യാൻ അവോയ്ഡ്. നിങ്ങൾക്ക് ബാക്കിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പുള്ളി ആ പഞ്ച് എടുക്കുന്ന ആ ഒരു സീനിൽ ശരിക്കും പറഞ്ഞാൽ അതാണ് ഫിസിക്കൽ എജിലിറ്റി. കാരണം അത്രയ്ക്ക് സ്പീഡ്, ആ ഒരു സ്പീഡ് എന്ന് പറയുന്ന ആ ഒരു ഇതാണ് എജിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്ന് പറയുന്നതാണ് ഫുൾ ബോഡി സ്ട്രെച്ച് എന്നൊക്കെ പറയുന്നത്. കാരണം ബോഡി ഫ്ലെക്സിബിൾ ആണെങ്കിൽ it is easy to move around like a liquid. And volumetrics is another type of exercises. Jumping, squats ഒക്കെ അതിൻ്റെ അകത്ത് വിടുന്നതാണ്. And it is really beneficial because it reduces injury. കാരണം നമ്മളിപ്പോൾ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് അത്ര ഇഞ്ചുറി ഉണ്ടാവില്ല, പെട്ടെന്ന് റിയാക്ട് ചെയ്യും.
പെട്ടെന്നുള്ള ഒരു ചേഞ്ച് വരുത്താൻ, ആ ഒരു ക്വിക്ക് ചേഞ്ച് ഉണ്ടാവാനായിട്ട് അജിലിറ്റി എന്ന് പറയുന്ന സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് സ്റ്റാമിന. സ്റ്റാമിന ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ. കാരണം ഫിറ്റീക്ക് ഇല്ലാത്ത ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ മടുപ്പില്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ സ്റ്റാമിന എന്ന് പറയുന്നത്. കാരണം നമുക്കിപ്പോ മടുപ്പില്ല, നമുക്ക് ഇപ്പൊ ഒരാൾക്ക് മടുപ്പില്ല, നമ്മൾ അത്രയും സ്റ്റാമിന ഉണ്ടെന്ന് അയാൾ പറയും. കാരണം നമ്മളുടെ കാർഡിയോ അത്രയ്ക്കും നല്ലതായിരിക്കും. സോ ഇതിന് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് മറ്റേ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. സ്പ്രിന്റിങ് നല്ലതാണ്. ഇനി അതുപോലെ തന്നെ ഹിറ്റ് ചെയ്യുന്നതും നമ്മുടെ സ്റ്റാമിന ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഷാഡോ ബോക്സിങ്, റണ്ണിങ്, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാമിന ഇൻക്രീസ് ചെയ്യും. അടുത്തതാണ് വിൽ പവർ. വിൽ പവറും അത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് റിജക്ടിങ് ദോസ് ബാഡ് ഹാബിറ്റ്സ്. ബാഡ് ഹാബിറ്റ്സിനെ റിജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിന്റ് കിട്ടും. അതാണ് വിൽ പവർ എന്ന് പറയുന്നത്. വിൽ പവർ പോയിന്റ് കിട്ടാൻ നമ്മൾ ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതെനിക്ക് മനസ്സിലായി, അപ്പൊ തന്നെ ഞാനത് ഓഫ് ചെയ്തു, മാറ്റി വെച്ചു. വിൽ പവറിന് പോയിന്റ് വേണം. അതാണ് ശരിക്കും വിൽ പവർ. നമ്മള് ബാഡ് ഹാബിറ്റ്സിനെ റിജക്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ വിൽ പവർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിനും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മുടെ ഈ 6 കാര്യത്തില് 5 കാര്യം ചെയ്ത് കഴിയുമ്പം 6ാമത്തെ കാര്യമായ ഡിസിപ്ലിന് പോയിന്റ് വീഴും. 5 കാര്യത്തില് 4 കാര്യം ചെയ്തുള്ളെങ്കിൽ പെനാൽറ്റിയും കിട്ടും. ഡിസിപ്ലിന് പോയിന്റ് വീഴാൻ 6 കാര്യത്തില് 5 കാര്യം ചെയ്ത ഡിസിപ്ലിനും ഓട്ടോമാറ്റിക്കലി എന്താണ് പോയിന്റ് വീഴുവാണ് അവിടെ. സോ ഡിസിപ്ലിനും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പറഞ്ഞു തന്ന സ്ട്രെങ്ത്, എജിലിറ്റി, ഇന്റലിജൻസ്, വിൽ പവർ, ഈ 4 കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ 6ാമത്തേതായ നമ്മുടെ ഡിസിപ്ലിന് പോയിന്റ് വീഴും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദിസ് ഈസ് ലോങ് ടേം. അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇത് ലോങ് ടേം ആണ്. നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒന്നല്ല വേണ്ടത്. ഇത് ലോങ് ടേം ആണ്. സോ ലോങ് ടേം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമായിരിക്കും. കാരണം കുറെ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ലോങ് ടേമിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. സോ ഇത് നമുക്കൊരു അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സോളം നമ്മുടെ ഈ ഒരു 100th ലെവലിലോട്ട് എത്താൻ എടുക്കും. സോ ഇതാണ് റിയൽ ലൈഫ് ഗ്രൈൻഡ്. ദിസ് ഈസ് വാട്ട് യു കോൾ 3 years ഓഫ് കൺസിസ്റ്റൻസി. ഒരു ദിവസം പോയാലും നമ്മൾ ഒരു തവണ പോയാല് ഒരു മിസ്റ്റേക്ക് ആണ്, 2 തവണ പോയാല് അതൊരു പുതിയ ഹാബിറ്റ് ആണ്. സോ പാടായിരിക്കും, വലിയ പാടില്ല, എന്നാലും നമുക്ക് പാടായിട്ട് ഫീൽ ചെയ്തേക്കാം. ബട്ട് നെവർ ഗിവ് അപ്പ്. ലോങ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അടുത്തതെന്ന് പറയുന്ന പെനാൽറ്റിയാണ്, പെനാൽറ്റി സിസ്റ്റം. അടുത്തത് പെനാൽറ്റി സിസ്റ്റമാണ്, നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറയുന്ന പെനാൽറ്റി സിസ്റ്റം നമ്മള് സീരീസിൽ കണ്ടു കാണും. ലൈക്ക് ആദ്യമേ ജിൻവു സിസ്റ്റത്തിന്റെ ആദ്യത്തെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ വന്നപ്പം ഒരു വല്ലാത്തൊരു പെനാൽറ്റി ആയിരുന്നു. കാരണം സർവൈവ് ചെയ്തില്ലെങ്കിൽ മരിക്കും എന്നുള്ള രീതിയിലോട്ടാണ് ആ ഒരു പെനാൽറ്റി വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് റിയൽ ലൈഫിൽ അങ്ങനെ പറ്റില്ലല്ലോ. സോ എനിക്ക് മെയിൻ ആയിട്ടും പെനാൽറ്റിക്ക് വർക്ക് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ലിവർ പഞ്ച്. ലിവറിനൊരു അടി. എന്നുവെച്ചാൽ വലിയ വേദനയൊന്നുമില്ല, എന്നാലും വേദന ഉണ്ട്. അത് നമുക്ക് ലിവർ പഞ്ച് ഇപ്പം ഫ്രണ്ടിനോട് പറഞ്ഞിട്ടാണെങ്കിൽ ബെയർ നക്കിൾസ് വെച്ച് ഒരു പഞ്ച് മേടിക്കുക എന്നുള്ളതാണ്. പെനാൽറ്റി കിട്ടുവാണെങ്കിൽ ബി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ്, അത് രണ്ടാമത്തെ കാര്യം. ആൻഡ് പെനാൽറ്റി കിട്ടുന്നത് വേറെ രീതിയിൽ പെനാൽറ്റി കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 6 5 കാര്യങ്ങൾ, 6ാമത്തെ കൂട്ടണ്ട, ഡിസിപ്ലിൻ കൂട്ടണ്ട, 5 കാര്യത്തില് ഒരെണ്ണം, അതായത് 4 ചെയ്തിട്ട് 5ാമത്തെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി കിട്ടും. അത് പെനാൽറ്റി ഷുഡ് ബി ഫിസിക്കൽ പെയിൻ ടു. ലൈക്ക് ഫിസിക്കൽ പെയിൻ ഇല്ലെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യില്ല, നമുക്ക് പേടി ഉണ്ടാവില്ല. സോ ഇറ്റ് ഷുഡ് ബി എ ഫിസിക്കൽ പെയിൻ. പിന്നെ ഈ ക്വിസ്റ്റുകൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങളുടെ ആ ഒരു ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കുന്ന അവിടെ ആ ഒരു നോട്ടിന്റെ മണ്ടയ്ക്കൊരു ബെല്ലിന്റെ അകത്തൊരു പ്ലസ് ഉള്ള ഒരു ചിഹ്നം കണ്ടോ? അവത്ത് ഞെക്കിയാല് നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് മോർ റിയലിസ്റ്റിക്. ആൻഡ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും. കാരണം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും. പിന്നെ വേറൊരു കാര്യം, ടു ടെസ്റ്റ് ഇഫ് ദിസ് വർക്ക്സ് ഫോർ യു,
ഫസ്റ്റ് തിങ് ഡു ഇറ്റ് ഫോർ ഒരു 21 ദിവസത്തേക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അക്കോർഡിംഗ്ലി ചേഞ്ച് ചെയ്യുക, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അവിടെ അവിടെ എന്തൊക്കെ നമുക്ക് ചേരുന്ന, അതായത് ഇതെനിക്ക് വർക്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ടൈമാണോ വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചേരുന്നതെന്ന് നോക്കി നിങ്ങൾ അക്കോർഡിംഗ്ലി അത് ചെയ്യാം. അതിന് ശേഷം മൂവ് ഓൺ. അത് അത് മാറ്റം വരുത്തി വീണ്ടും വീണ്ടും മൂവ് ഓൺ ചെയ്യുക. സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ മാനേജ് ചെയ്യുക. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ദിവസം ചെയ്യാൻ പറ്റിയെന്നൊക്കെ വരാം, ബട്ട് നെവർ ഗിവ് അപ്പ്, ബി കൺസിസ്റ്റന്റ്. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായിട്ട് എനിക്കൊരു മാറ്റം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ചേഞ്ച് ടു റീക്രിയേറ്റ് മൈ സെൽഫ്. എൻ്റെ ഓൾഡ് സെൽഫ് വല്ലാത്തൊരു സെൽഫാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ സെൽഫേ എനിക്ക് ഇഷ്ടമല്ല. ഞാനത് മാറ്റണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ ഒരു ചലഞ്ചല്ല, ഒരു ലൈഫ് ലോങ് ജേണി ആയിട്ട് ഇതിനെ ഞാൻ ഏറ്റെടുക്കുന്നത്. From tomorrow, I'm starting this, and I hope you guys enjoy this video.